സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാർ ഇതിന് സഹായം നൽകുന്നുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മതനിരപേക്ഷത സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് മതനിരപേക്ഷതയ്ക്ക് എന്തെല്ലാം പോറലുകൾ ഏൽപ്പിക്കാൻ പറ്റും, ആത്യന്തികമായി എങ്ങനെ തകർക്കാനാകും, ആ നടപടികൾ ഒന്നിനു പുറകെ ഒന്നായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. സംഘപരിവാറിനെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത്. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു. സംഘപരിവാർ അതിന് നേതൃത്വം കൊടുക്കുകയും കേന്ദ്ര സർക്കാർ പൂർണ്ണ സഹായം നൽകുകയുമാണ്. ഭരണഘടനയെ തകർത്ത് മനുസ്മൃതി ഭരണഘടനയാക്കാനുള്ള നീക്കമാണ് RSS നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ ഭരണഘടന രൂപം കൊണ്ട് അത് അംഗീകരിച്ച് ഒട്ടും താമസിയാതെ RSSന്റെ എതിർപ്പ് അതിനെതിരെ ഉയർന്നു വന്നു. ഭരണഘടനയെ തള്ളിപ്പറഞ്ഞു. എന്താ തള്ളിപ്പറയാൻ കാരണം? മനുസ്മൃതിയെ അംഗീകരിച്ചില്ല. രാജ്യത്ത് നടപ്പാക്കേണ്ടത് മനുസ്മൃതിയാണ്. ഇതാണ് RSS സ്വീകരിച്ച നിലപാട്. സംഘപരിവാറിന് നേരെയുള്ള വിമർശനത്തിന് പിന്നാലെ ജമാഅത്തെ ഇസ്ലാമിയെയും മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. സംഘപരിവാറിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ആവശ്യം മതരാഷ്ട്രമാണെന്നും ഭൂരിപക്ഷ വർഗീയതയെ നേരിടേണ്ടത് മതനിരപേക്ഷത കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. മതാധിഷ്ഠിതമാകണം എന്ന അഭിപ്രായമായിരുന്നു RSSനും സംഘപരിവാറിനും. അവരെ കൂടെ വേറൊരു കൂട്ടറുണ്ടായിരുന്നു, ജമാഅത്തെ ഇസ്ലാമി. മതാധിഷ്ഠിതമാകട്ടെ എന്നാണ്. ഭരണഘടനാ അസംബ്ലി അതിവിശദമായി ചർച്ച ചെയ്തു. ഈ രാജ്യത്തിൻ്റെ സർവ്വവിധ വൈവിധ്യങ്ങളും കാത്തുസൂക്ഷിക്കുന്നതിന് രാഷ്ട്രം മതനിരപേക്ഷമാകണം എന്ന് തീരുമാനിച്ചു. വയനാട് ദുരന്ത ബാധിതർക്ക് പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് ഉടൻ നടപ്പിലാക്കുമെന്നും ക്ഷേമ പെൻഷൻ തുക ഉയർത്തുക എന്നത് തന്നെയാണ് സർക്കാർ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് മലയാളം, പത്തനംതിട്ട.